The Gospel according to St. Matthew, chapter 15, verse 8. These people honor me with their lips, but their hearts are far from me. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. Jesus never condemned sinners who came to him in repentance, but he had strong words for those who only appeared righteous. അനുതാപത്തോടെ തൻ്റെ സന്നിധിയിലേക്ക് വന്ന ഒരു പാപിയെയും കർത്താവ് ന്യായം വിധിച്ചില്ല. എന്നാൽ നീതിമാന്മാർ എന്ന് നടിച്ചവരെ കർത്താവ് ശാസിച്ചു. He called them hypocrites, actors on a stage, performing holiness while their hearts remain unchanged. ഇങ്ങനെയുള്ളവരെ കർത്താവ് കപടഭക്തിക്കാരെ എന്നാണ് വിളിച്ചത്. അവർ അവരുടെ ഹൃദയത്തിൽ വിശുദ്ധി നടിച്ചിരുന്നു, എന്നാൽ ജീവിതത്തിന് യാതൊരു മാറ്റവും ഇല്ലായിരുന്നു. They fasted, prayed and gave alms, yet their actions were empty, done for human praise rather than for the glory of God. അവർ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ദാനധർമ്മം നടത്തി, എന്നാൽ അവരുടെ കർമ്മങ്ങളെല്ലാം ശൂന്യമായിരുന്നു. കാരണം ചെയ്തത് മുഴുവൻ മനുഷ്യപ്രീതിക്ക് വേണ്ടിയായിരുന്നു, ദൈവമഹത്വത്തിനായിട്ടല്ലായിരുന്നു. Lent is a time of self-examination. ആത്മപരിശോധനയ്ക്കുള്ള സമയമാണല്ലോ നോമ്പുകാലം. Are we truly drawing closer to Christ, or are we merely going through the motions? Do we pray with sincerity or just recite words? Do we fast with humility or with pride? Do we forgive from the heart or just say the words? ഈ നോമ്പുകാലം ക്രിസ്തുവിലേക്ക് നാം അടുക്കുന്നുണ്ടോ? ആത്മാർത്ഥമായാണോ നാം പ്രാർത്ഥിക്കുന്നത്, അതോ വെറും വാക്കുകൾ മാത്രം ചൊല്ലുകയാണോ? നാം താഴ്മയോടാണോ ഉപവസിക്കുന്നത്, നോമ്പ് നോക്കുന്നത്, അതോ അഹങ്കാരത്തോടാണോ? ഹൃദയത്തിൽ നിന്നാണോ മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കുന്നത്? Outward obedience without inward transformation is worthless in God's eyes. ആന്തരികമായ രൂപാന്തരം ഇല്ലാതെ ബാഹ്യമായ ചില പ്രകടനങ്ങൾ ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. Saint John Chrysostom warns, "It is not the one who abstains from food, but the one who flees from sin that is truly fasting." ഭക്ഷണം വെടിയുന്നവനല്ല, പിന്നെയോ പാപത്തിൽ നിന്ന് ഓടി മാറുന്നവനാണ് യഥാർത്ഥമായി ഉപവസിക്കുന്നത് എന്ന് സ്വർണ്ണനാവുകാരനായ മോർ ഈവാനിയൂസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. The purpose of Lent is not religious performance, but deep conversion. നോമ്പിൽ നമുക്കൊരു രൂപപ്പെടലും രൂപാന്തരപ്പെടലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. God desires truth in the inner being. നമ്മുടെ കർത്താവ് നമ്മുടെ ആന്തരികമായ പരിവർത്തനത്തിലാണ് ആഗ്രഹിക്കുന്നത്. Let us cast aside pretense, repent with sincerity, and seek a holiness that is real, not for show, but for the love of Christ who sees the heart. ഈ നോമ്പുകാലം നമ്മൾ നീതിമാന്മാർ ആണ് എന്ന് നടിക്കാതെ ആത്മാർത്ഥതയോടെ അനുതപിച്ച് യഥാർത്ഥമായ വിശുദ്ധിയെ തേടി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് രൂപാന്തരപ്പെട്ട
ഹൃദയം പ്രാപിച്ചുകൊണ്ട് നോമ്പിൽ നമുക്ക് മുന്നേറാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.